ഹായ്, നിങ്ങൾക്കൊക്കെ സുഖമാണോ? നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പപ്പായ കറിയും പപ്പായ വറവുമായിട്ടാണ്. ഇത് നമ്മളെ ഒരു അയൽവാസി തന്നതാണ്. ഈ 3 സാധനം അയൽവാസി ഇന്നലെ കൊടുത്തു വിട്ടതാണ്. ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ടാണ് കറിയും വറവും ഒക്കെ ഉണ്ടാക്കുന്നത്. പപ്പായൻ്റെ പകുതി എടുത്ത് കറിയും വെക്കാം, ബാക്കി പകുതിയുള്ളത് നമുക്ക് വറവും ഉണ്ടാക്കാം. അങ്ങനെ പപ്പായൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞു നമ്മൾ ചെറുതായി അരിഞ്ഞു അതിലേക്ക് കുറച്ച് ചുവന്ന പരിപ്പും കൂടി ചേർത്തിട്ടാണ് കറി വെക്കുന്നത്. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികം മൂപ്പില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുമാത്രമല്ല, ഇത് ചെറിയ കുട്ടികൾക്ക് വയറ്റിൽ വിരശല്യം ഉണ്ടെങ്കിൽ ഈ കറിയോ മറ്റേ വറവോ എല്ലാം നല്ലതാണ്. കുട്ടികൾക്ക് എന്തായാലും മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. പപ്പായൻ്റെ ഗുണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇതിൻ്റെ ഇല നല്ല തിളച്ച വെള്ളത്തിലിട്ട് ആവി പിടിച്ചാൽ നല്ല ആശ്വാസവുമാണ്. ശ്വാസമുട്ടലിനും എല്ലാറ്റിനും നല്ലൊരു മരുന്നാണ്. അതെല്ലാം കൊറോണ കാലത്താണ് നമുക്കെല്ലാം മനസ്സിലായത്. അങ്ങനെ നമ്മളെ പപ്പായ കറി അടുപ്പത്തായിട്ടുണ്ട്. 4 പച്ചമുളകാണ് കീറിയിട്ട് കൊടുക്കുന്നത്. അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്, കുട്ടികൾക്കും കൂടി കൊടുക്കേണ്ടതല്ലേ. ഇതിന് അധികം എരിവ് ഇല്ലാത്തത് നല്ല. ഈ കറിക്ക് രുചി കൂട്ടുന്നത് എരിവില്ലാത്തതാണ് അതിൻ്റെ കാരണം. ഇനി ബാക്കി പപ്പായ നമുക്ക് വറവിനായി അരിഞ്ഞെടുക്കാം. ഇന്ന് ഈ പപ്പായൻ്റെ കറിയും പപ്പായ വറവും ഒരു നല്ല മാങ്ങയും തേങ്ങയും കുറച്ച് വറ്റൽമുളകും കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് നല്ലൊരു ചമ്മന്തിയും കൂടിയാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. എല്ലാവർക്കും വായിന്ന് വെള്ളം വന്നില്ലേ? അതാ ഇനി അടുത്ത പരിപാടി ഉണ്ടോ. വറവിനേക്കുള്ളത് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ ചതച്ചെടുത്തത്. അതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിൽ ചേർത്ത് കൊടുത്തതാണ്. വേറൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ പപ്പായ കിട്ടിയാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണേ. വയറിനും നല്ല സുഖമാണ്, മറ്റുള്ള അസുഖവും വരുമെന്ന് പേടിക്കുകയും ചെയ്യണ്ട. ഇനി നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമ്മളിത് മുറിക്കുമ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കഷ്ണം അവരെ കയ്യിൽ കൊടുത്തു. അവരങ്ങ് കടിച്ച് തിന്നോളും. നല്ലതാണ്. വയറിലുള്ള വിരകളെല്ലാം വയറിൽ നിന്ന് പോയിക്കോളും. അങ്ങനെ നമ്മളെ വറവിനുള്ളതും എല്ലാം റെഡിയായി കഴിഞ്ഞു. എൻ്റെ അടുത്തൊരു ചായ ക്ലാസ് കണ്ടോ. അത് രാവിലെ എനിക്ക് ചായ കുടിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എൻ്റെ മോൾ തന്നതാണ്. ഇതാകുമ്പോൾ പണിയും നടക്കും, ചായയും കുടിക്കാമല്ലോ. പിന്നെ ചൂട് വരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് പണി തീർക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ പപ്പായയും പരിപ്പും ഒക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കുറച്ച് നല്ല ജീരകവും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായി അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും 2-3 വറ്റൽമുളകും ചേർത്ത് നന്നായി മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയോ അല്ല ഉലുവാപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല രുചിയും ഉണ്ടാവുമേ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. കൂടെ ബെൽ ബട്ടനും കൂടി അമർത്തിയേക്കണേ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.